നമുക്കൊന്ന് കുറച്ച് ടുലിപ്സ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലേ ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷേ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാനിന്നിവിടെ കളർ പേപ്പർ സ്ക്വയറാക്കി മടക്കി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കി നോട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതിനാകുമ്പോൾ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും വേണ്ടല്ലോ, അത് ഓൾറെഡി സ്ക്വയറിലാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏത് കളർ പേപ്പറാണോ ഇഷ്ടം ആ പേപ്പർ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ആക്കി എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നിങ്ങളുടെ കയ്യിലെ പേസ്റ്റൽ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പേസ്റ്റൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഈ കളർ വെച്ചിട്ട് ചെയ്തത്. നിങ്ങൾക്കിത് കാണുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ ഭയങ്കര സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഗമ്മാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫെവിക്കോളിൻ്റെ പുതിയൊരു ഗമ്മാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊരു നോബുണ്ട്, അത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗമ്മ് സിമ്പിളായിട്ട് മെസ്സില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ഗം ഏതാണോ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ പേപ്പർ ആയതുകൊണ്ട് ഫെവിക്കോൾ ആകുമ്പോഴത്തേക്കും നമുക്കിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അധികം ടൈം ഒന്നും എടുക്കില്ല. ഇതിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് ഈ നമ്മൾ മടക്കിയ കോൺസ് ഉണ്ടല്ലോ അതിന് അകത്തേക്ക് വരുന്ന ടൈപ്പിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ അപ്പോൾ അത് സെറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇതുപോലെ തന്നെ നമുക്ക് ഈ 4 സൈഡും അകത്തേക്ക് വരുന്ന ടൈപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള ഫ്ലവർ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളർ പേപ്പറാണ്. ഗ്രീൻ കളർ പേപ്പർ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഫ്ലവറിന് സ്റ്റെം വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടി ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഗം തേച്ച് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെം കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സ്റ്റെം അല്ലാതെ തന്നെ പുറത്തുകൂടി നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലും കുറച്ച് ഗം തേച്ച് ഫ്ലവറിൻ്റെ അകത്തുകൂടി ഇറക്കിയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കും. ഇതുപോലെ ഇങ്ങനെ അകത്തുകൂടി ഒന്ന് ഇറക്കിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് അകത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മ് നല്ല ടൈറ്റിന് സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ ജസ്റ്റ് ഒന്ന് ലീഫിൻ്റെ പിക്ചർ പോലെ ഒന്ന് ട്രേസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് ഇതിനെ ഈ സ്റ്റെമ്മിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളടാ, പണി കഴിഞ്ഞു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടുലിപ്സ് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള അത്രയും ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.